സർവ്വ റെക്കോർഡുകളും തിരുത്തി സ്വർണ്ണവില മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണ്ണത്തിന് 60,440 രൂപയാണ് നൽകേണ്ടത്. 7,555 രൂപയാണ് ഗ്രാമിന്റെ വില. മുന്നോട്ടുള്ള ദിവസങ്ങളിലും സ്വർണ്ണത്തിന്റെ വില കൂടുകയല്ലാതെ കുറയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫെബ്രുവരി 1 ബജറ്റിൽ നികുതി കൂട്ടിയാൽ സ്വർണ്ണവില വീണ്ടും ഉയരും. അന്തർദേശീയ സാഹചര്യങ്ങളും നിരക്ക് വർധനയ്ക്ക് കാരണമാണ്. സ്വർണ്ണത്തെക്കാൾ വിലയുള്ള ലോഹമായിരുന്നു ഡയമണ്ട്. എന്നാൽ ദി ഗാർഡിയൻ പത്രം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഡയമണ്ടിന് കുത്തനെ വില ഇടിയുകയാണ്. നാച്ചുറൽ ഡയമണ്ടിന് 26% ഇടിവാണ് 2022 വിലയിൽ നിന്ന് നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാബ് ഗ്രോൺ ഡയമണ്ടിന് 2020 വിലയേക്കാൾ 74% ഇടിവും സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും വില കുറയാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡയമണ്ടിനോട് താൽപര്യമുള്ളവർക്ക് ഇത് സ്വന്തമാക്കാനുള്ള മികച്ച അവസരമാണിത്. 2022 മെയ് മാസത്തിൽ 1 കാരറ്റ് നാച്ചുറൽ ഡയമണ്ടിന് $6,819 ആയിരുന്നു വില. എന്നാൽ കഴിഞ്ഞ മാസം 4,997 രൂപയാണ് ഇതിന് രേഖപ്പെടുത്തിയത്. അതായത് 26% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാബ് ഗ്രോൺ ഡയമണ്ടിന് 2020 $3,410 ആയിരുന്നുവെങ്കിൽ ഇന്നതിന് $892 രൂപയാണ്. 74% ഇടിവ് സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡ് വ്യാപനത്തിന് ശേഷമാണ് ഡയമണ്ടിന്റെ വില ക്രമേണ കുറഞ്ഞതെന്ന് വിപണി നിരീക്ഷകർ സൂചിപ്പിക്കുന്നു. സ്വർണ്ണമൊഴികെയുള്ള മറ്റ് ലോഹങ്ങൾക്കും വിലക്കുറവ് വന്നെങ്കിലും പിന്നീട് വില കയറി. ചൈനയിൽ നിന്നുള്ള ആവശ്യം ഗണ്യമായി കുറഞ്ഞതും ഡയമണ്ടിന്റെ വില കുറയാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ വിലക്കുറവ് നേരത്തെ ഡയമണ്ട് വാങ്ങി ഇപ്പോൾ വിൽക്കാനൊരുങ്ങുന്നവർക്ക് വലിയ തിരിച്ചടിയാണ്. വിൽപ്പന മൂല്യം കുറയുമെന്നതും ഡയമണ്ട് വാങ്ങുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.